നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂടുതൽ അർഹരിലേക്ക് എത്തിക്കുന്നതിനും അർഹരല്ലാത്തവരെ ഒഴിവാക്കുന്നതിനുമായി ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങളിൽ കാലോചിതമായി മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തലത്തിൽ ആലോചനകളുണ്ട്. 2000 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ സർക്കാരിന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടികളിൽ ഒന്നാണ് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്നുള്ളത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പും വന്നിട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ ഈ ഒരു പ്രഖ്യാപനം യാഥാർത്ഥ്യമാകും. 6 മാസത്തിനുള്ളിൽ തന്നെ നേരത്തെ പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളിൽ അവശേഷിക്കുന്നത് നടപ്പിലാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷനാണ്. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. മുൻപ് അർഹതാ മാനദണ്ഡങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഈ മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതായത് അർഹരായവർക്ക് ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപ എന്നുള്ളത് വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില വീടുകളിൽ രോഗികൾക്ക് AC ആവശ്യമായി വരുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വീട്ടിൽ AC ഉള്ളത് കാരണം പെൻഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ പറ്റാത്ത ഒട്ടേറെ പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് AC ഉണ്ട് എന്ന കാരണത്താൽ ആനുകൂല്യം നിഷേധിക്കരുത് എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെല്ലാം. അതുമാത്രമല്ല, പ്രത്യേകം ഇളവുകളോടെ ഇത്തരം ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ പെൻഷൻ പരിഷ്കരണ മാനദണ്ഡങ്ങളിൽ സർക്കാർ ഏർപ്പെടുത്തിയേക്കും. ഇനി വീടിന്റെ വിസ്തീർണം 2000 സ്ക്വയർ ഫീറ്റും അതിനു മുകളിലുമാണ് പ്രശ്നമുള്ളത്. അക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൽ എഞ്ചിൻ കപ്പാസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി ഇത്ര CC എഞ്ചിൻ കപ്പാസിറ്റിയിൽ താഴെയാണ് എങ്കിൽ ആനുകൂല്യം ലഭിക്കും എന്നൊരു രീതി കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ഇത്തരം മാനദണ്ഡങ്ങളെല്ലാം സർക്കാർ ഓരോ വർഷം കഴിയുമ്പോഴും പുനഃക്രമീകരിക്കുകയാണെങ്കിൽ അർഹതയുള്ള ഒട്ടേറെ പേർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഉപകാരമാകും. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരിൽ കേന്ദ്ര വിഹിതം ലഭിക്കുന്നവരുമുണ്ട്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ വിഹിതം ലഭിച്ച ശേഷമാണ് ബാക്കി തുക, അതായത് 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്ര വിഹിതമായി വാങ്ങുന്നത്. അങ്ങനെ ആനുകൂല്യം ലഭിക്കുന്നത് ആധാറുമായി സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കും. ആനുകൂല്യങ്ങൾ തുടർച്ചയായി ലഭിക്കാതിരുന്നാൽ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ അറിയിക്കുക. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ആധാർ വെബ്സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർത്താ അപ്ഡേറ്റുകളും ഈ ചാനൽ വഴി ലഭ്യമാണ്. നന്ദി, നമസ്കാരം.